ബീച്ചിലായിരുന്നു ഷൂട്ടിങ്. ആ ബീച്ചിൽ വെള്ളം സപ്ലൈ ചെയ്യാനും അതിനുവേണ്ടി ഓടിയിരുന്നതൊക്കെ ഇവരാണ്. അപ്പം അങ്ങനെ വളരെ ഊർജ്ജസ്വലനായിട്ടുള്ള, മര്യാദയുള്ള, മിടുക്കനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞ ഇമേജ്. എന്തൊക്കെയാ പറയുന്നത്? വില്ലാളി വീരനാണ്, വീരമണി കണ്ഠനാണ്, ഭൂലോകനാഥനാണ്, ഭൂമിക്കുടയനാണ്, ഇത്രയും സ്നേഹം. ആരെക്കുറിച്ചാ പറയുന്നത്? അക്യൂസ് നമ്പർ 1, പീഡന വീരൻ. Prosecution alleged that on 16th to 2017, PW1 informed PW47, the executive producer of Honey Bee 2, about ഓപ്പറേഷന്റെ പുറകിൽ ഗൂഢാലോചന ഉണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ ഈ പോയ ഡ്രൈവറും ആ വണ്ടിയെ കൊണ്ടുവന്നിരിക്കുന്ന വേറെ ടെമ്പോയും അവർ തമ്മിൽ വഴക്കുണ്ടാവുന്നു. ആ വഴക്കുണ്ടായ രണ്ടുപേരും ഒറ്റ ഗ്രൂപ്പിലെ ആളുകളാണെന്ന് പറയുമ്പോൾ അതിനകത്ത് ഗൂഢാലോചന ഉണ്ടെന്നുള്ള ഒരു സംശയമില്ലാത്ത കാര്യമല്ലേ. അപ്പം അതിനകത്തൊന്നും ചിന്തിക്കാനൊന്നുമില്ല. അതിനകത്ത് ഗൂഢാലോചന ഉണ്ടായിരുന്നു, ഉറപ്പായിട്ടുണ്ടായിരുന്നു. അങ്ങനെ സാധ്യതകളെ പറ്റി ആലോചിക്കാൻ ഒന്നാമത് എൻ്റെ ജോലി അതല്ല. അങ്ങനെ ഒരു സംശയിക്കേണ്ട കാര്യങ്ങളില്ല. അതൊക്കെ ഇനി തെളിയിക്കുക. ഏതായാലും എല്ലാ പ്രതികളും പിടിയിലായ സ്ഥിതിക്ക് ഇതൊക്കെ പുറത്തു വന്നേ തീരും എന്ന് നമുക്ക് വിശ്വസിക്കാം. ഈ വീഡിയോ ചെയ്യുന്ന എനിക്ക് യാതൊരുവിധ സപ്പോർട്ടും ഇല്ല. ഈ വീഡിയോ ഇപ്പൊ പോസ്റ്റ് ചെയ്തതിനു ശേഷം, നിങ്ങൾ കണ്ടതിന് ശേഷം ഇതിന്റെ പിന്നിൽ എന്തൊക്കെ സംഭവിക്കുമെന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഈ കണ്ട കാര്യങ്ങൾ എനിക്ക് പറയാതിരിക്കാനായിട്ട് കഴിയത്തില്ല. ഞാനിത് വായിച്ച കാര്യങ്ങൾ, മുമ്പ് കണ്ടിട്ടുള്ള ഇന്റർവ്യൂവിനകത്ത് ഇവരുടെ മൊഴിയിലുണ്ടായുള്ള വൈരുദ്ധ്യങ്ങളൊന്നും എനിക്കിതൊന്നും കണ്ടിട്ട് മിണ്ടാതിരിക്കാൻ, ഇതൊന്നും കണ്ടിട്ട് കാണാത്ത പോലെ പോകാനൊന്നും എന്നെ കൊണ്ട് നടക്കത്തില്ല. ഈ വീഡിയോ കാണുന്നവർ ഇത് മുഴുവനായിട്ട് കാണുക. ചിലപ്പോൾ അത്യാവശ്യം ലെങ്ത് കൂടുതലായിരിക്കാം, പക്ഷെ ഈ കാണിക്കുന്നെല്ലാം വ്യക്തമായിട്ടുള്ള പ്രൂഫുകളും ആ മൊഴിയുടെ അല്ലെങ്കിൽ ആ വിധിയുടെ വ്യക്തമായിട്ടുള്ള പകർപ്പുകളും അതുമായിട്ട് ബന്ധമില്ലാത്ത വോയിസ്, അതായത് ഇന്റർവ്യൂവിന്റെ ഓരോ ശകലങ്ങളും, അതായത് 8 വർഷം മുമ്പ് സംസാരിച്ച കാര്യങ്ങൾക്കകത്തുനിന്ന് ഒരുപാട് വൈരുദ്ധ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എനിക്കിത് പ്രോപ്പറായിട്ട് തോന്നിയതെന്നറിയോ? ഈ രണ്ടാം പ്രതിക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു അഡ്വക്കേറ്റിന്റെ പിന്തുണ ഇല്ലായിരുന്നു. അങ്ങനെ ഒരു പിന്തുണ ഇല്ലാത്തതിന്റെ അഭാവങ്ങളെല്ലാം നമുക്ക് ഈ കേസ് റിപ്പോർട്ട് വായിക്കും വ്യക്തമായിട്ട് മനസ്സിലാവും. ഇത് വ്യക്തമായ സ്ക്രിപ്റ്റ് അവിടെ ഇവിടെയൊക്കെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് ചെയ്തിട്ടുള്ളത്. അതെല്ലാം എന്തൊക്കെയാണെന്നും അതിനകത്ത് മൊഴികൾ എവിടൊക്കെയാണ് മാറിയിട്ടുള്ളതെന്നുള്ള വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ഞാൻ ഈ എന്റെ വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ മാക്സിമം ഈ വീഡിയോ ആൾക്കാരിലേക്ക് എത്തിക്കുക. ഇത് മാക്സിമം ആൾക്കാർ കാണുക. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, കുറച്ചധികം ഫെമിനിസ്റ്റുകൾ എന്ന് വേണം പറയാല്ലേ, ഇവരൊക്കെ ഇറങ്ങിക്കൊണ്ട് കിടന്ന് ഈ ഡീഗ്രേഡ് കാണിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. ഈ വക കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞാൻ ഈ കാണിക്കാൻ പോകുന്ന കാര്യങ്ങൾ അവർക്കും കൂടി മനസ്സിലാകുന്നുള്ളൂ. നിങ്ങൾ നോക്കണം. ഇതിനകത്ത് ദിലീപ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇതിനകത്ത് പ്രതിയാണ് എന്ന് ഇപ്പോഴും അടിയുറച്ച് വിശ്വസിക്കുമ്പോഴത്തേക്കിന് തെളിവുകൾ ഏത് രീതിയിലാണ് മറിഞ്ഞിരിക്കുന്നത്, മാറിപ്പോയിരിക്കുന്നത്, തെളിവുകൾ ഏത് സൈഡിലോട്ടാണ് പോകുന്നത് നിങ്ങൾക്ക് അറിയണ്ടേ? ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് അറിയാൻ നിങ്ങൾക്ക് ഒരു ആഗ്രഹം കാണുമല്ലോ. അങ്ങനെ ഒന്ന് മനസ്സിലാക്കിയതിനു ശേഷം അവളോടൊപ്പവും അവനോടൊപ്പവും നിൽക്കുന്ന പരിപാടിയിലേക്ക് എത്തുക. അത് മാത്രമേ എനിക്ക് ഒരു അവസരത്തിൽ പറയാനുള്ളൂ. പിന്നെ വീഡിയോയ്ക്ക് ഹൈപ്പ് കൊടുക്കേണ്ടതെല്ലാം വ്യക്തമായിട്ട് കൊടുക്കുക. ഇത് ഷെയർ ചെയ്ത് മാക്സിമം ആൾക്കാരുടെ ഇടയിലേക്ക് ഇത് എത്തിക്കുക. എത്തിച്ചാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് വ്യക്തമായ ഒരു ക്ലാരിറ്റി എന്താണെന്നോ എല്ലാവർക്കും പിടികിട്ടത്തുള്ളൂ. നമുക്ക് ഈ കേസിന്റെ ആദ്യം തന്നെ കോടതി വിധി, അതായത് വന്ന പകർപ്പുണ്ടല്ലോ, ആ പകർപ്പിനകത്ത് ഒന്നാം പ്രതി, അതായത് അക്യൂസ് നമ്പർ 1 ആയിട്ടുള്ള പൾസർ സുനിയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ പൾസർ സുനിയും ഇതിനകത്ത് ഇതിനകത്ത് പ്രൈം വിറ്റ്നസ് ആയിട്ടുള്ള ഇരയും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്, ഇരയ്ക്ക് എങ്ങനെയാണ് ഈ ഒരു വ്യക്തിയെ ആദ്യമേ ഐഡന്റിഫൈ ആകുന്നത്, അവിടെ മുതൽ ഈ സംഭവം മനസ്സിലായാലേ നിങ്ങൾക്ക് ക്ലിയർ ആവത്തുള്ളൂ. ഓക്കെ. PW1 സോ ദ ഫേസ് ഓഫ് ദ ഡ്രൈവർ ത്രൂ ദ മിറർ, അതായത് ആ വണ്ടി ഓടിക്കുന്ന സമയത്ത് മിററിനകത്തൂടെയാണ് ഈ PW1 ഈ പറയുന്ന അക്യൂസ് നമ്പർ 1 ആയിട്ടുള്ള പൾസർ സുനിയുടെ മുഖം കണ്ടത്. ഷീ കുഡ് ഐഡന്റിഫൈ ഹിം. ഷീ എൻക്വയർഡ് ഹിം അസ് ടു ദ പ്രസൻസ് അറ്റ് ദ ഷൂട്ടിംഗ് സൈറ്റ് ഇൻ ഗോവ. ഗോവയിൽ ഒരു ഷൂട്ടിംഗ് സൈറ്റ് വെച്ച് കണ്ടിട്ടുള്ള ഒരു പരിചയമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്കാർഫ് കെട്ടിയിരിക്കുന്നതിന്റെ മേളിലത്തെ ഇത്രയും പോർഷൻ മാത്രം മിററിനകത്തൂടെ, ഡ്രൈവറുടെ സൈഡിലുള്ള മിററിനകത്തൂടെ ഈ ഇര കണ്ടുപിടിച്ചു. ഇത് അന്ന് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണല്ലോ, അന്ന് ഗോവയിൽ ഷൂട്ടിങ്ങിനുണ്ടായിരുന്ന വ്യക്തിയാണല്ലോ എന്നുള്ളൊരു കാര്യം. ഹി സോ ദ ഡ്രൈവർ ഹൂ ടുക്ക് ഹെർ ഫ്രം എയർപോർട്ട് വൈൽ ഷൂട്ടിംഗ് വാസ് കണ്ടക്ടഡ് ഇൻ ഗോവ. അതെ, ഗോവയിൽ നടന്ന എയർപോർട്ടിൽ നിന്നൊക്കെ വിളിച്ചോണ്ടുവന്ന ആളായിരുന്നു കേട്ടോ. വെൻ ഷീ ഇൻഫോംഡ് ഹിം അബൌട്ട് ദ ഫാക്ട്, ഹി റിമൂവ്ഡ് ദ ടവൽ അണ്ടർസ്റ്റാൻഡിംഗ് ദാറ്റ് ഷീ ഐഡന്റിഫൈഡ് ഹിം. ആളെ മനസ്സിലായതിനു ശേഷം പിന്നെ ടവല് കിട്ടിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് പിന്നെ ആളെ മനസ്സിലായതുകൊണ്ട് പൾസർ സുനി അക്യൂസ് നമ്പർ 1 ആ ടവൽ അങ്ങ് ഊരി മാറ്റി. അങ്ങനെ വ്യക്തമായിട്ട് ഇത് ആരാണെന്ന് മനസ്സിലായി. ഇനി ഗോവയിൽ എന്താണ് പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹണി ബി 2 ഷൂട്ടിങ്ങിന് അവിടുത്തെ സെറ്റിൽ വണ്ടി ഓടിച്ചിരുന്ന ഡ്രൈവറാണ് ഈ പൾസർ സുനി എന്ന് പറയുന്ന ഒരു വ്യക്തി. അപ്പൊ ഒന്നാമത്തെ കണക്ഷൻ നിങ്ങൾക്ക് എങ്ങോട്ട് പോയാൽ മനസ്സിലാക്കണമല്ലോ. ആ കണക്ഷൻ നിങ്ങൾ വിടരുത്. ഇത് ഇതുപോലെ തന്നെ പിടിച്ചു നിർത്തുക. ഇനി നമുക്ക് ഒരു ഇന്റർവ്യൂവിനകത്തുള്ള 2-3 ശകലങ്ങളോ കണ്ടിട്ട് ബാക്കി മൊഴി കൃത്യമായിട്ട് ഞാൻ കാണിച്ചു തരാം. എൻ്റെ മോൻ ചെയ്യുന്ന പടത്തിൽ ഒരു കല്യാണ സീക്വൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകളുണ്ട്. ഇപ്പോൾ നെവൽ ബേസിൽ നിന്നുള്ള കുറേ ഹിന്ദിക്കാർ വരുന്നുണ്ട്. അങ്ങനെ റിച്ച് ആയിട്ടുള്ള ആളുകളൊക്കെ വേണം. അപ്പോൾ അത് ജൂനിയർ ആർട്ടിസ്റ്റുകളെ കൊണ്ടുവരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ സാധാരണ സെറ്റിൽ ഓടുന്ന വണ്ടികളിൽ നിന്ന് പുറമെ
പുറത്ത് നിന്ന് വണ്ടി വിളിക്കും. അങ്ങനെ വിളിച്ച കുറേ എനിക്ക് തോന്നുന്നൊരു 10 ദിവസത്തോളം ആ കല്യാണ സീക്വൻസ് തന്നെ ഉണ്ട് ആ പടത്തിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വിളിച്ച ഒരു ടെമ്പോ ട്രാവലർ, ഒരു ട്രാവൽ ഏജൻസിയിൽ നിന്ന് വിളിച്ചപ്പോൾ വന്ന ആ വണ്ടിക്ക് വന്ന ഡ്രൈവറാണ് ഈ പറഞ്ഞ സുനി. ഞാനിതൊക്കെ പിന്നീട് അറിയുന്നതാണ്, ഞാൻ ഇയാളെ കണ്ടായിട്ട് പോലും ഓർക്കുന്നില്ല. പിന്നീട് ഷൂട്ടിംഗ് ഓക്കെ, പൾസർ സുനി എങ്ങനെയാണ് ഈ സെറ്റിലേക്ക് വന്നതെന്നുള്ള വ്യക്തമായ കാരണം ലാല് കൊടുക്കുന്നുണ്ട്. ലാല് ഇതിനകത്ത് PW5 പ്രൈം വിറ്റ്നസ് 5 ആണ് ലാൽ ഇതിനകത്ത്. ലാല് പറയുന്നു സിനിമയുടെ ആവശ്യങ്ങൾക്കായിട്ട് പുറത്തു നിന്ന് നമ്മൾ വണ്ടി വിളിക്കും. അങ്ങനെ ഒരു വണ്ടി വിളിച്ചപ്പോഴത്തേക്കിന് ആ വണ്ടി വിത്ത് ഡ്രൈവർ ആയിട്ട് വന്നൊരു വ്യക്തിയാണ് ഈ പറയുന്ന അക്യൂസ് നമ്പർ 1 ആയിട്ടുള്ള പൾസർ സുനി. അല്ലാതെ യാതൊരു ബന്ധവുമില്ല, ഞാൻ ആളെ കണ്ടിട്ട് പോലുമില്ല. അത്രയും വെച്ച് അവസാനിപ്പിക്കുന്നുണ്ടേ കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഈ പടത്തിന് ഇപ്പോൾ പുതിയ നിയമം അനുസരിച്ച് പ്രൊഡ്യൂസർക്ക് അദ്ദേഹത്തിൻ്റെ 1-2 വാഹനങ്ങൾ വേണമെങ്കിൽ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഓടിക്കാം. അപ്പോൾ എനിക്ക് ഇവിടെ ഒരു SUV വണ്ടി ഉണ്ടായിരുന്നു, പിന്നെ ഒരു സ്വിഫ്റ്റ് വണ്ടിയുണ്ട്. ഈ 2 വണ്ടികൾ ഞാൻ സിനിമയ്ക്ക് ഓടാൻ വേണ്ടി കൊടുത്തു. കാരണം അത്രയും ചിലവ് ചുരുക്കാൻ വേണ്ടി. ചിലവ് ചുരുക്കുക എന്ന് പറയുന്നത് ഇപ്പം അല്ലാതെ നിവൃത്തിയില്ല, പടങ്ങൾ ചുരുക്കിയെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഓടിയ വണ്ടികളായിരുന്നു 2. അതിലൊരു വണ്ടി ഷൂട്ടിങ്ങും കഴിഞ്ഞു, ഡബ്ബിങ് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, പടത്തിൽ മൊത്തം വർക്ക് കഴിഞ്ഞു. ഈ 11-ാം തീയതി റിലീസ് ചെയ്യേണ്ട പടമായിരുന്നു, സമരം കൊണ്ട് മാറ്റിവെച്ചാണ്. എല്ലാം കഴിഞ്ഞ സമയത്ത് സ്റ്റുഡിയോയിൽ നടക്കുന്ന കൊച്ചു കൊച്ചു വർക്കുകൾക്ക് വേണ്ടി മാത്രം ഈ SUV എന്ന് പറയുന്ന വണ്ടി മാത്രം ഓടുന്നുണ്ടായിരുന്നു. ആ വണ്ടിയിലേക്ക് ഒരു നല്ല ഡ്രൈവറെ വേണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ കുറച്ച് ദിവസം ഈ സുനി ഓടുന്നത്. സുനി പറഞ്ഞിട്ട് വേറെ ഡ്രൈവർ വന്ന് ഓടിയിട്ടുണ്ട് ഈ ദിവസം. അതായത് ഇവരുടെ പ്രൊഡക്ഷനിൽ തന്നുള്ള ഇവരുടെ സ്വന്തമായിട്ടുള്ള വണ്ടി XUV ഓടിക്കാനായിട്ട്. XUV ഏതാണെന്ന് മനസ്സിലായോ? ഈ കേസിനകത്തുള്ള MO12 എന്ന് പറയുന്ന വണ്ടി, 9 എന്ന് പറയുന്നത് വണ്ടി ഈ XUV ആണ്. ഈ XUV ഓടിക്കാനായിട്ട്, അതായത് മറ്റൊരു ട്രാവൽ ഏജൻസിയുടെ ഡ്രൈവറായിട്ട് വന്നിട്ടുള്ള സുനിയെ ഈ ഒരു വണ്ടി ഓടിക്കാനായിട്ട് അതിനുശേഷം, അതായത് ഈ സെറ്റും പരിപാടികളെല്ലാം കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും പല ആവശ്യങ്ങൾക്ക് പോകാനായിട്ട് ഇവരുടെ പേഴ്സണൽ ആയിട്ടുള്ള വണ്ടി ഓടിക്കാനായിട്ട് നിയമിച്ചു. അപ്പം ആ കണക്ഷൻ അവിടെ നിന്ന് ഇവിടിലേക്ക് എത്തണമെങ്കിൽ ഒരു ബന്ധം വരാതെ എന്തായാലും വരത്തില്ലല്ലോ. ഞാൻ ഒരു വലിയൊരു വ്യക്തിയാ. അപ്പൊ ഞാൻ അതിലേക്കിടെ വന്ന് ചിലപ്പോൾ ഓരോ ഡ്രൈവർമാരെ വിളിക്കുമായിരിക്കില്ലേ, ഡ്രൈവറെ വിളിച്ചിട്ട് എന്റെ വണ്ടിയൊക്കെ ഓടിപ്പിക്കുമായിരുന്നു. ഞാൻ വലിയ കണക്ഷൻ ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ എന്റെ വണ്ടി ഓടിച്ചിട്ട് അവർ പോകത്തല്ലേ ഉള്ളൂ. പക്ഷെ അതിൽ നിന്നൊരു വ്യക്തിയായിട്ട് കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വാടാ എന്റെ വണ്ടി ഓടിക്കും, കാരണം അവൻ നല്ലോണം ഓടിക്കും, നമുക്ക് മനസ്സിലാവുമായിരിക്കും. അല്ലെങ്കിൽ അവന്റെ കെയറിങ് നമുക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. അല്ലെങ്കിൽ ഒരു മുതലാളി എന്ന രീതിയിൽ നിൽക്കുമ്പോഴത്തേനും നമ്മളെ വലുതായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന എല്ലാ കാര്യങ്ങളും അവൻ തന്നെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? എന്നാ നീ വാടാ, എന്റെ കൂടെ വാടാ. അതായത് മോഹൻലാലിന്റെ കൂടെ ആന്റണി പെരുമ്പാവൂർ കയറിപ്പോയ പോലെ, മനസ്സിലായോ? അപ്പൊ അതുപോലെ ഒരു കണക്ഷൻ കിട്ടാതെ ഒരിക്കലും നമ്മൾ ഒരു വ്യക്തിയെ നമ്മുടെ കൂടെ നിയമിക്കത്തില്ല, അല്ലെങ്കിൽ നമ്മുടെ വണ്ടി ഓടിക്കാനായിട്ട് നോക്കത്തില്ല. നമ്മുടെ വണ്ടി ഓടിക്കാൻ നമുക്ക് ഓൾറെഡി ഒരു പേഴ്സണൽ ഡ്രൈവർ ഉണ്ട്, ഇതിനകത്ത് PW8 ഉണ്ട്, പേഴ്സണൽ ഡ്രൈവർ ഉണ്ട്. എന്നാലും സെക്കൻഡറി ആയിട്ടൊരു ഡ്രൈവറെ വേണമെങ്കിൽ അത്രയും വിശ്വാസത്തോടെ അത്രയും നല്ലതായിട്ട് തോന്നുന്ന ഒരു വ്യക്തിയെ ഇതുപോലൊരു വ്യക്തി എടുക്കത്തുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കണം. എങ്ങനെയാണ് ഈ സെറ്റിലേക്ക് ഈ ഒരു വ്യക്തി, അതായത് ഈ കേസിനകത്ത് അക്യൂസ് നമ്പർ 1 നമ്മൾ പുറത്തിട്ടപ്പോഴത്തേക്കും അതിന്റെ ഒരു കണക്ഷൻ ആദ്യമേ അവിടെ നിന്ന് വ്യക്തമായിട്ട് പൊട്ടിമുളച്ച് വരുന്നത്. അപ്പം ഈ വ്യക്തിയെ ഈ PW1 പ്രൈം വിറ്റ്നസ് 1 ആയിട്ടുള്ള ഇര വ്യക്തമായിട്ട് ആദ്യം കാണുന്നത് ഹണിബി 2 സെറ്റിൽ. ആരാണ് പ്രൊഡക്ഷൻ? ലാൽ പ്രൊഡക്ഷൻ. ആ സെറ്റിലാണ് ഈ റേപ്പ് ചെയ്തു എന്ന് പറയുന്ന വ്യക്തി, റേപ്പ് ചെയ്തവൻ ആദ്യമായിട്ടാണ് വരുന്നതും ഈ ഇരയാക്കപ്പെട്ട വ്യക്തി അവിടെ വെച്ചാണ് കാണുന്നത്. ഓക്കെ, ഈ സംഭവം നടക്കുന്നതിന്റെ തലേ ദിവസം ഈ കുട്ടി ഞങ്ങളുടെ പടത്തിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായ അനൂപിനെ വിളിച്ചിരുന്നു. അനൂപിനെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കിങ്ങനെ തൃശ്ശൂരിൽ നിന്ന് ഒന്ന് രമ്യ നമ്പീശിൻ്റെ വീട്ടിൽ പോകേണ്ട ആവശ്യമുണ്ട്, ഒരു വണ്ടി ഒന്ന് അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുമോടാ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞ് അറേഞ്ച് തരാമെന്ന്. അപ്പോൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, ഞങ്ങളുടെ ഒരു പരസ്യത്തിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ദീപക് ദേവൻ്റെ സ്റ്റുഡിയോയിൽ വെച്ചിട്ട് ഒരു ബൈറ്റ് നിൻ്റെ റെക്കോർഡ് ചെയ്യേണ്ടതുണ്ട്, സൗണ്ട്, ഒരു പാട്ടും മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അവൾ പറഞ്ഞു, ഈ കാണിക്കാൻ പോകുന്ന സംഭവമാണ് ഇതിനകത്ത് മെയിൻ ഹൈലൈറ്റ് സാധനം. വ്യക്തമായിട്ട് ലാല് പറയുന്നുണ്ട്, ഈ ഇൻസിഡന്റ് നടക്കുന്നതിന്റെ തലേ ദിവസം, അതായത് ഇത് 17/2/2017 നടക്കുന്നത്. അപ്പൊ വ്യക്തമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 16/2/2017 തലേ ദിവസം ഈ ഇരയാക്കപ്പെട്ട പെൺകുട്ടി ലാൽ പ്രൊഡക്ഷനിൽ വിളിക്കുമ്പോൾ കോൺടാക്ട് ചെയ്യുമ്പോൾ എടുക്കുന്നത് ആരാ? PW47 എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ വ്യക്തി. ഐ തിങ്ക് അനൂപ് എന്നാണെന്ന് തോന്നുന്നു പേര്. അനൂപ് എന്ന് പറഞ്ഞൊരു വ്യക്തിയെ ഫോൺ വിളിച്ച് പറയുന്നു, എനിക്ക് രമ്യ നമ്പീശന്റെ വീട് വരെ ഒന്ന് പോകണം. ഇതിനകത്ത് PW7 രമ്യ നമ്പീശൻ, പ്രൈം വിറ്റ്നസ് 7 രമ്യ നമ്പീശന്റെ വീട് വരെ എനിക്കൊന്ന് പോകണം, എനിക്കൊരു വണ്ടി വേണം, ഒരു വണ്ടി ഒന്ന് വിട്ടു തരാവോന്ന്. അങ്ങനെ ഒരു വണ്ടി വിട്ടു തരാമോ നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ അത്രയും ആത്മബന്ധം ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ ഒരു വണ്ടി വിട്ടു തരാമോ നമ്മൾ ചോദിക്കുന്നു. ഓക്കെ, വണ്ടി വിട്ടു തരാം. അങ്ങനെയാണ് ഈ XUV, ഈ കേസിനകത്ത് MO9 എന്ന് പറയുന്ന വണ്ടി ഇതിനകത്ത് വരുന്നത്. അങ്ങനെയാണ് ഈ വണ്ടി അവിടെ നിന്ന് വിട്ടുകൊടുക്കുന്നത്. വണ്ടി ആരാ ഓടിക്കുന്നത്? വിട്ടുകൊടുക്കുന്നത് ആരാ? ലാൽ പ്രൊഡക്ഷനിൽ നിന്ന്. വണ്ടി ആരാ ഓടിക്കുന്നത്? രണ്ടാമത്തെ അക്യൂസ്ഡ് മാർട്ടിൻ ആന്റണി. വ്യക്തമാവണേ, അത് ഞാൻ വ്യക്തമായിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ 4 ദിവസത്തോളം രമ്യ നമ്പീശിൻ്റെ വീട്ടിലുണ്ട്. അതിനിടയ്ക്ക് എപ്പോഴാണെന്ന് വെച്ചാൽ ഒരു ദിവസം ടൈം കിട്ടുമ്പോൾ അമ്മ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ രമ്യ ഈ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട്, ഈ പടത്തിന് വേണ്ടിയിട്ടോ അല്ല ഈ കുട്ടി അന്ന് തൃശ്ശൂരിൽ നിന്ന് വരുന്നത്.
അവർ വരുന്നത് ഈ രമ്യ നമ്പീശിൻ്റെ വീട്ടിൽ പോയി താമസിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളുമായിട്ടുള്ള അടുപ്പം വെച്ചിട്ട് വണ്ടി ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ വിട്ടുകൊടുത്താണ് ഈ വണ്ടി. ഓക്കെ, വ്യക്തമായിട്ട് ലാല് പറയുന്നത് ഒരിക്കലും ഈ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടോ ഇതിനകത്തൊരു സോങ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാര്യത്തിനും അല്ല വരുന്നത്. രമ്യ നമ്പീശന്റെ വീട്ടിൽ താമസിക്കാനാണ് വരുന്നത്. സെക്കൻഡറി ആണ്, അതായത് ആ വീട്ടിൽ 4 ദിവസം ഉണ്ടല്ലോ, അപ്പൊ ചെറിയൊരു ഭാഗമുണ്ട് ദീപക് ദേവിന്റെ സ്റ്റുഡിയോയിൽ ഒന്ന് വന്നൊന്ന് പറഞ്ഞിട്ട് പോണേ വരാം. അപ്പൊ പ്രൈമറി എന്താണ്? പ്രൈമറി PW7 എന്ന് പറയുന്ന രമ്യ നമ്പീശന്റെ വീട്ടിലേക്ക് വരിക. സെക്കൻഡറി ആണ് ഈ സിനിമയുടെ ഒരു സോങ്ങിന്റെ ചെറിയൊരു പ്രൊമോഷൻ ദീപക് ദേവിന്റെ സ്റ്റുഡിയോയിൽ ചെയ്തു കൊടുക്കണമെന്നുള്ളൊരു കാര്യം. ഓക്കെ, ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് ഇനി നമുക്ക് ഈ മൊഴിക്കകത്തേക്ക് ഇറങ്ങാം. അതായത് ഈ പെൺകുട്ടി, അതായത് ഈ ഇരയാക്കപ്പെട്ട പെൺകുട്ടി ഇതിനകത്ത് കൊടുത്തിട്ടുള്ള വ്യക്തമായിട്ടുള്ള മൊഴിയുണ്ട്. ആ മൊഴിയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇത് ഷൂട്ടിംഗ് ഇൻ ഗോവ വാസ് ഡൺ ഓൺ 4th and 5th of January 2017. ഇത് ഇരയാക്കപ്പെട്ട പെൺകുട്ടി, അതായത് PW1ന്റെ മൊഴിയാണ് ഞാൻ ഈ വായിക്കുന്നത്. ഇതിനുശേഷം പ്രോസിക്യൂഷൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇറ്റ് വാസ് agreed to shoot the promo song on getting information about the date of shooting. PW47, who is the executive producer, informed PW1 that the shooting of promo song can be done on 19/2/2017. അതായത് PW47 എന്ന് പറയുന്ന എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ വ്യക്തമായിട്ട് ഈ ഇരയാക്കപ്പെട്ട പെൺകുട്ടിയെ വിളിച്ചു പറയുന്നു, 19-ാം തീയതി നമുക്കൊരു സോങ്ങിന്റെ പ്രൊമോഷൻ ഉണ്ട്, അതിന് വരണം. ആൻഡ് ആസ്ക്ഡ് ഹർ ടു കം ഓവർ ടു കൊച്ചി ഫോർ ദാറ്റ്. അതിന് വേണ്ടിയിട്ട് കൊച്ചിയിലേക്ക് വരിക എന്നുള്ളത്. അപ്പം പ്രൈമറി എന്തുവാ ഇതിനകത്ത്? 19-ാം തീയതി സോങ് പ്രൊമോഷന് വരിക എന്നുള്ളത് ഈ ഇരയാക്കപ്പെട്ട പെൺകുട്ടി പറയുന്ന മൊഴിക്കകത്ത് പ്രൈമറി സാധനം ഷൂട്ടിംഗാണ്. സെക്കൻഡറി ആയിരിക്കും ഇനി വരാൻ പോകുന്നത്. ഓക്കെ, മറ്റേ പറഞ്ഞതിനകത്ത് അവിടുന്ന് വിളിച്ചിട്ടില്ല, ഇങ്ങോട്ട് വിളിച്ചിട്ടൊരു വണ്ടി വേണമെന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങളൊരു വണ്ടി വിട്ടുകൊടുത്തതെന്ന്. നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം, ഞാൻ പറയുന്നത് കണക്ട് ആവുന്നുണ്ടോ എന്ന്. ഓക്കെ, ഇറ്റ് വാസ് ഇൻഫോംഡ് സം ഡേയ്സ് prior to 19/2, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ഇത് ഇൻഫോം ചെയ്തിട്ടുണ്ട്. ഷീ ഡിസൈഡഡ് ടു അറ്റൻഡ് ദ പ്രൊമോ സോങ് ആൻഡ് ഓൾസോ ടു വിസിറ്റ് ദ റെസിഡൻസ് ഓഫ് PW7 രമ്യ നമ്പീശൻ. ഓക്കെ, സെക്കൻഡറി ആണ് രമ്യ നമ്പീശൻ. ആദ്യം ഷൂട്ടിംഗ് ഹർ ഫ്രണ്ട് ഓൺ 17th. ഇതാണ് ഇതിനകത്ത് ബേസിക് അല്ലെങ്കിൽ നോട്ടർ ആയിട്ടുള്ള സാധനം. ഓൺ 17th to 2017 ഷീ ഇൻഫോംഡ് PW47 ഫോർ അറേഞ്ചിങ് എ വെഹിക്കിൾ ടു കം ഡൗൺ ടു എറണാകുളം. എന്തുവാ? ഈ 17-ാം തീയതിയാണ് PW47 എന്ന് പറയുന്ന എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറെ ഇൻഫോം ചെയ്യുന്നത്, ഒരു വണ്ടി വേണം എനിക്ക് എറണാകുളത്തേക്ക് വരാനെന്ന്. ഇതാര് പറയുന്ന മൊഴിയാ? PW1, അതായത് അവൾക്കൊപ്പം പറയുന്ന കാര്യങ്ങളാണിത്. ഓൺ 17/2/2017 at about 7 PM the driver of MO9 vehicle കോണ്ടാക്റ്റഡ് ഹർ മദർ. അതായത് ഈ ഇരയാക്കപ്പെട്ട പെൺകുട്ടിയുടെ അമ്മയാണ് കോണ്ടാക്ട് ചെയ്തിട്ട് ഈ ഡ്രൈവർ അവിടെ എത്തുന്നത്. ഡ്രൈവർ ആര്? മാർട്ടിൻ ആന്റണി, ഇതിനകത്ത് 2ാമത്തെ പ്രതി. ആരാണ് പറഞ്ഞു വിടുന്നത്? എവിടുന്നാണ് പറഞ്ഞു വിടുന്നത്? ആദ്യം ആരാണ് വിളിച്ച് ചോദിക്കുന്നത്? അല്ലേ? അപ്പൊ നിങ്ങളുടെ കണക്ഷൻ ഒന്ന് നോക്കണം. ഇതിനകത്ത് 1ാമത്തെ പ്രതി ഹണിബി സെറ്റിൽ ഇവരുടെ കൂടെ നിന്നിരുന്ന ഡ്രൈവർ ആദ്യം ഒരു ട്രാവൽ ഏജൻസിയുടെ ഡ്രൈവറായിട്ട് വന്ന് 2ാമത് ഇവരുടെ വണ്ടി ഓടിച്ചു. ഇതിനകത്ത് 2ാമത്തെ വ്യക്തി ഇതേ വണ്ടി എക്സ്യുവി പോട്ടിച്ചുകൊണ്ട് അങ്ങോട്ട് പോകുന്നു. കണക്ഷൻ നിങ്ങൾ നോക്കണം. ഇത് മൊത്തം നിങ്ങളിത് കണ്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കിയാലേ ഇത് നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു ഐഡിയ കിട്ടത്തുള്ളൂ. കാരണം ഒരുപാട് പേര് ഇങ്ങനെ സംസാരിക്കുന്ന കാണുമ്പോഴത്തേക്കിന്, അതിന്റെ കൂടി ഈ കേസ് റിപ്പോർട്ടൊക്കെ നമ്മൾ കാണുമ്പോഴത്തേക്കിന് ഇതിനകത്ത് ഒരു വണ്ടർ അടിക്കുന്ന പല കാര്യങ്ങളും എനിക്ക് മനസ്സിലാവുന്നത്. ഇനി പ്രോസിക്യൂഷൻ ഈ മൊഴി ഉണ്ടല്ലോ, ഇത് മൊഴി കൊടുത്തതാ. ഈ മൊഴി പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിക്കുമല്ലോ. കോടതിയിൽ വാദിക്കുമ്പം പറയുന്ന കാര്യം അപ്പൊ ഇച്ചിരി സ്ട്രോങ്നെസ് വേണം. ഈ സ്ട്രോങ്നെസ് പോരാ. ഈ സ്ട്രോങ്നെസ് ഇനി ബിൽഡ് ചെയ്തത് പ്രോസിക്യൂഷൻ അലീഗ്ഡ് ദാറ്റ് ഓൺ 16th to 2017 PW1 informed PW47 the executive producer of Honey Bee 2 about her plan to travel to Ernakulam on 2017-17-2. ഇത് കോടതി വിധിയിലേക്ക് വന്നപ്പോഴത്തേക്കിന് PW1 ആയിട്ടുള്ള ഇര പറഞ്ഞു, ആരോട്? എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറോട് പറഞ്ഞു, 16-ാം തീയതി നിങ്ങൾ വരണം. എപ്പോഴാണ്? ഇന്ന സമയത്ത് വരണമെന്നുള്ള കാര്യം, അടുത്ത ദിവസം നിങ്ങൾ വരണമെന്നുള്ള കാര്യം, തലേ ദിവസം. ഡേറ്റുകൾ അതായത് മൊഴിയിൽ നിന്നും പ്രോസിക്യൂഷനിലേക്ക് വന്നപ്പോൾ ഡേറ്റുകളുടെ ഒരു വ്യതിചലനം കണ്ടോ? ഇതുപോലുള്ള ചെറിയ മൈന്യൂട്ടായിട്ടുള്ള വ്യതിചലനങ്ങൾ ആണല്ലോ ഒരു കേസിൽ ഒരു പ്രതിയെ നിരപരാധിയാക്കുന്നതും ആ പ്രതിയെ പ്രതിയാക്കുന്നതും ആണേ. അപ്പം ഇതൊന്നും ആരും കാണാതെ പോകുന്ന കാര്യങ്ങളാണ്. ഇത് വെറും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളല്ല.
24 അവറിന്റെ വ്യത്യാസം, ഒരു ദിവസത്തിന്റെ വ്യത്യാസം അല്ലേ, ഒരു ദിവസത്തിന്റെ വ്യത്യാസം. ദൃശ്യം സിനിമ കണ്ടവർക്ക് ആ ഒരു ദിവസത്തിന്റെ വ്യത്യാസം എത്രത്തോളം വാല്യൂ ഉണ്ട് ഒരു കേസിനകത്ത്, അതിനകത്ത് പ്രതിയാക്കാനും പ്രതിയാക്കാതിരിക്കാനും എന്നുള്ള കാര്യം. ഇതൊക്കെ ഇതിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. അതൊക്കെ ആരും എനിക്കറിയത്തില്ല എന്തുവാണെന്നുള്ളത്. ഓക്കെ, ടു അറ്റൻഡ് ടു പ്രൊമോ ഷൂട്ടിംഗ്, അക്യൂസ്ഡ് നമ്പർ 1 somehow came to know about this on the night of 16/2, അതായത് രാത്രിയാണ് ഈ സംഭവം ഇൻഫോം ചെയ്തത് 16/2. ഇത് റിട്ടൻഷൻ ഓഫ് MO-12, അതായത് MO-12 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവരുടെ കൂടെ വന്ന രണ്ടാമത്തെ വണ്ടി എന്ന് പറഞ്ഞാൽ ഇവരെ ചേസ് ചെയ്ത് വന്ന് ബാഗിൽ കൊണ്ട് ഇടിച്ചു നിർത്തി എന്ന് പറയുന്നത്. അതായത് ഈ ഇവന്മാര് വരുന്നത്, അതായത് ബാക്കിയുള്ള ഒന്നൊഴികെ 2 വണ്ടി ഓടിക്കുന്ന ആളല്ല പറയുന്നത്, 3, 4, അതായത് അക്യൂസ്ഡ് 3, 4, 5, 6 ആൾക്കാരുടെ വന്നിട്ടുള്ള വണ്ടിയുടെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, and the inside modification shows that 16th to 2017 itself accused number 1 has clear knowledge about the arrival of PW1 to എറണാകുളം. അതായത് 16-ാം തീയതി ഇവര് പ്ലാൻ ചെയ്ത കാര്യങ്ങൾ അക്യൂസ്ഡ് 1 ആയിട്ടുള്ള പൾസർ സുനിക്ക് 16-ാം തീയതി തന്നെ ഇതെല്ലാം അറിയുകയും അറിഞ്ഞതിനെ തുടർന്ന് ഈ വന്നിട്ടുള്ള ഈ ട്രാവലറിനകത്ത് ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തി. അതായത് ഇവരുടെ കണക്ക് പ്രകാരം ഈ ട്രാവലറിനകത്താണ് ഈ ഒരു കർമ്മം ചെയ്യണമെന്ന് അവർ വിചാരിച്ചിരുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. പക്ഷെ എന്തോ നിർഭാഗ്യവശാൽ അവർക്ക് ആ വണ്ടിയിൽ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് XUV-ലേക്ക് മാറ്റിയത്. മറിച്ച് ഈ വണ്ടിയിലേക്ക് ഈ ഓടിച്ചിരുന്ന ഡ്രൈവർ, അതായത് പൾസർ സുനി അല്ല മാർട്ടിനെ പൊക്കിയെടുത്ത് മറ്റേ വണ്ടിയിലോട്ട് ആക്കുന്നു. അപ്പൊ ചെറിയൊരു മോഡിഫിക്കേഷനൊക്കെ വരുത്തി. എന്തിന്? തലേ ദിവസമേ ഇതെല്ലാം അറിഞ്ഞല്ലോ. അപ്പൊ അവിടെ ചെയ്യാനുള്ളത് കൊണ്ട് അവിടെ ഒന്ന് മോഡിഫിക്കേഷനൊക്കെ വണ്ടിയിൽ വരുത്തി തലേ ദിവസം അറിഞ്ഞത്. പക്ഷെ വ്യക്തമായിട്ട് ഈ എര പറയുന്നൊരു കാര്യമുണ്ടല്ലോ. ഇതിനകത്ത് PW1 പ്രൈം വിറ്റ്നസ് 1 പറയുന്നത് ഞാൻ 17-ാം തീയതിയാണ് വിളിച്ചത്, 17-ാം തീയതിയാണ് വരാൻ പറഞ്ഞെന്നുള്ളൊരു കാര്യം. ഇനി ഇതേ സാധനം തന്നെ അടുത്ത പ്രോസിക്യൂഷന്റെ, അതായത് ഇതേ സംഭവം തന്നെ പ്രോസിക്യൂഷൻ കോടതിയിലേക്ക്, അതായത് പരിപാടി എന്ന പരിപാടി 19-ാം തീയതി, നിങ്ങൾ മറക്കല്ല, ആ ഡേറ്റും മറക്കല്ലേ, 19-ാം തീയതിയാണ് പരിപാടി. ഇനി ഇത് പ്രോസിക്യൂഷനിലേക്ക് വരുമ്പോഴത്തേന് പ്രോസിക്യൂഷൻ അലീഗ്ഡ് ദാറ്റ് ഓൺ 16th to 2017 PW1 ഇൻഫോംഡ് PW47, അതായത് എര എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ പറഞ്ഞു, ദ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഓഫ് ഹണി ബി 2 അബൌട്ട് ഹെർ പ്ലാൻ ടു ട്രാവൽ ടു എറണാകുളം ഓൺ 17/2/2017 ടു അറ്റൻഡ് ദ പ്രൊമോ ഷൂട്ടിംഗ്. ഫുൾ സ്റ്റോപ്പാ 17/2/2017 ടു അറ്റൻഡ് ദ പ്രൊമോ ഷൂട്ടിംഗ് ഓൺ. അടുത്ത ഡേറ്റ് വന്നതിന് 19 വന്നതിന് ഇവിടെ വരില്ല. ഇതിനകത്ത് മിസ്റ്റേക്കാ. പ്രൊമോ ഷൂട്ടിംഗ് ഓൺ എന്ന് 17/2/2017 പ്രൊമോ ഷൂട്ടിംഗ് ഓൺ, അവിടെ നിൽക്കുമോ ഈ സംഭവം? അപ്പൊ അടുത്ത ഡേറ്റ് എന്ത് ഇതിനകത്ത്? ഇത് വ്യക്തമായിട്ട് കാണിക്കണ്ടേ? ഇത് സംഭവം എന്താ പറയുക, ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് ഈ അക്യൂസ്ഡ് 2 ആയിട്ടുള്ള മാർട്ടിന് വ്യക്തമായിട്ട് ഇത് വാദിക്കാനും ഇത് പ്രോപ്പറായിട്ട് ചെയ്തു കൊടുക്കാനും ആരില്ല. എന്നാൽ നമ്മൾ വക്കീലൊന്നുമല്ല. ഇതൊക്കെ കാണുമ്പോഴത്തേന് നമുക്ക് തോന്നുന്നൊരു ഡൗട്ട് ഉണ്ടല്ലോ, ആ ഡൗട്ടുകൾ മാത്രമേ ഞാൻ ഈ വീഡിയോക്കകത്ത് വ്യക്തമായിട്ട് കാണിക്കുന്നത്. ഡൗട്ടിനകത്ത് നമുക്കൊരു ക്ലാരിഫിക്കേഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതെല്ലാം ഡൗട്ട് തന്നെ ആയിരിക്കും. പിന്നെ നമ്മുടെ മനസ്സിൽ കിടക്കുമല്ലോ, ഇത് മനസ്സിൽ കിടന്ന് ഇങ്ങനെ അലയടിച്ച് പല രീതിയിലും പല കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അങ്ങ് ചിന്തിച്ചു കൂട്ടും. അതാ ഇതിനകത്ത് ഏറ്റവും വലിയ വിഷയം. ഇനി നമുക്ക് ആ വീഡിയോയുടെ ബാക്കി ഭാഗം കൂടെ കണ്ടുവരാം. വണ്ടിയിൽ പോയ ഡ്രൈവറാണ് ഈ മാർട്ടിൻ എന്ന് പറയുന്ന ആള്. ഈ വണ്ടി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വരാൻ പോകുന്നത് ഈ കുട്ടി ഒറ്റയ്ക്കാണോ, അമ്മയെ കൂട്ടിയിട്ടാണോ, സഹോദരനെ കൂട്ടിയിട്ടാണോ നമുക്കറിയില്ല. നമ്മളൊരു വണ്ടി വിട്ടു കൊടുക്കാൻ പറഞ്ഞ് വിട്ടു. ആ കുട്ടി അവിടെ വന്നത് അവൾ ധൈര്യമുള്ളതുകൊണ്ടും ബോൾഡ് ആയതുകൊണ്ടിട്ടും വൈകിട്ട് ഒരു 5 മണിക്കൊക്കെ പുറപ്പെട്ട് ഒരു 7 മണിക്ക് എത്താം എന്നുള്ള വിശ്വാസത്തിൽ അവൾ അവിടെ നിന്ന് തനിയാണ് വന്നത്. അവൾക്ക് തനിച്ച് യാത്ര ചെയ്യാനുള്ള ബോൾഡ്നെസ് ഉണ്ട്. ഈ വണ്ടി അവിടെ നിന്ന് പുറപ്പെട്ടതിന് ശേഷം ഇവിടെ നിന്ന് 3-ഓ 4-ഓ പ്രാവശ്യം ഫോൺ ചെയ്തിരിക്കുന്നു. എൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ട്, എവിടെ എത്തി, സേഫ് ആണോ എന്ന് അന്വേഷിച്ചിരിക്കുന്നു. അത് അങ്കമാലിക്കൊക്കെ വളരെ മുമ്പാണ്. പിന്നെ എൻ്റെ ഒരു കോബ്രദറുണ്ട് ഇതിനകത്ത് ക്യാഷായിട്ട് വർക്ക് ചെയ്യുന്നത്, അദ്ദേഹം 3 പ്രാവശ്യം വിളിച്ചിരിക്കുന്നു, ഡ്രൈവറേയോ അല്ല. ഇത്രയൊക്കെ അന്വേഷിച്ചിട്ടുണ്ട്. പിന്നെ നേരെ പോകുന്നത് ഈ രമ്യ നമ്പീശിൻ്റെ വീട്ടിലേക്ക് ആയതുകൊണ്ട് അവർക്ക് അവിടെ കുറച്ച് നേരമൊക്കെ സംസാരിച്ചിട്ടൊക്കെ വരുള്ളൂ, വണ്ടി വിടുള്ളായിരിക്കും എന്ന് കരുതിയിട്ടാണ് ഈ വണ്ടി താമസിച്ചപ്പോഴും നമ്മൾ പിന്നീട് അന്വേഷിക്കാതിരുന്നത്. അതായത് ഈ ഇരയാക്കപ്പെട്ട പെൺകുട്ടി ആ വീട്ടിൽ നിന്നും 7:45 വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് പറയുന്നു. ഈ ഇൻസിഡന്റ് നടക്കുന്നത് രാത്രി 9 മണിക്കാണ്. നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? നെടുമ്പാശ്ശേരി. രാത്രി 9 മണിക്ക് നെടുമ്പാശ്ശേരി ആളില്ലാത്ത സ്ഥലമൊന്നും അല്ലല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണല്ലോ. അവിടെ വെച്ചിട്ട് ഈ ബാക്കിൽ ഈ ടെമ്പോ ട്രാവലറോ അല്ലെങ്കിൽ വാനോ വന്ന് ഇടിക്കുക.
വന്ന് ഇടിച്ചതിന് ശേഷം ആ ഇടിച്ച് എന്തിനാന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വണ്ടി ഓടിച്ചിരുന്ന മാർട്ടിൻ ഇറങ്ങിച്ചെന്ന് സംസാരിക്കുകയും അതിനെ തുടർന്ന് 3ഉം 4ഉം പ്രതികളായിട്ടുള്ളവർ ഈ വണ്ടിക്കകത്തേക്ക് കയറുകയും ചെയ്യുന്നു. മുഖം തപ്പിപ്പിടിക്കുന്നു, കൈ തപ്പിപ്പിടിക്കുന്നു, കുറച്ചങ്ങോട്ട് പോകുന്നു, അടുത്തവൻ ഇറങ്ങുന്നു. അങ്ങനെ ഡ്രൈവറായിട്ടിരിക്കുന്ന മാർട്ടിനെ ഈ വണ്ടിയിൽ നിന്ന് ഇറക്കി മറ്റേ വണ്ടിയിലേക്ക് കയറ്റുന്നു. അവിടെ നിന്ന് കറങ്ങിയിട്ടാണ് നമ്മുടെ ഒബ്രോൺ മാളിന്റെ അടുത്തും കണ്ടാണ് വന്നു നിന്നതിന് ശേഷമാണ് ഈ സ്കാഫും കെട്ടിയിട്ടുണ്ട് കഥാനായകൻ, ഇതിന്റെ കഥാനായകൻ സൃഷ്ടികർത്താവ് എന്ന് പറയുന്നത് പൾസർ സുനി വണ്ടിക്കകത്തേക്ക് കയറുമ്പോൾ തന്നെ നമ്മുടെ ഇരയ്ക്ക് മനസ്സിലാവുന്നു ഇത് ഹണി ബി സെറ്റിൽ എന്തായിരുന്ന ഡ്രൈവറാണെന്ന് പ്രോപ്പറായിട്ട് മനസ്സിലായി. പിന്നെ കാര്യം എന്താണെന്ന് വെച്ചാൽ വിശദമായിട്ട് പറഞ്ഞ് ഇങ്ങനെ ഒരു കൊട്ടേഷനാണ്, കാര്യം ഇതാണ്, ഇങ്ങനെയൊക്കെ ചെയ്യണം, ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കണം, ഇത് ചെയ്തേ പറ്റത്തുള്ളൂ, കാര്യങ്ങളൊക്കെ പറയുന്നു, പെട്ടെന്ന് കൊണ്ട് വിട്ടേക്കാന്നും പറയുന്നു. അതെല്ലാം കഴിയുന്നു. ഇതെല്ലാം സംഭവം കഴിഞ്ഞിട്ടാണ് ഈ വ്യക്തിയെ, അതായത് ഈ മാർട്ടിൻ എന്ന് പറഞ്ഞ വ്യക്തിയെ ഇതിനകത്തോട്ട് കൊണ്ടുവരുന്നു, വണ്ടിക്കകത്തോട്ട് തിരിച്ചു കയറ്റുന്നു എന്നും പറയുന്നുണ്ട്. അതും ഈ മൊഴിക്കകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പം ഈ ഇതിനകത്ത് ഇത്രയും ഈ പരിപാടികൾ കാണിച്ച കൂട്ടത്തിൽ ഈ മാർട്ടിൻ എന്ന് പറഞ്ഞ വ്യക്തി രണ്ടാമത്തെ ആളില്ല. ആ ഇല്ലാത്ത വ്യക്തി ഇതിനകത്ത് സെക്കൻഡ് പ്രതിയാണ്, അക്യൂസ് നമ്പർ 2 ആ. എനിക്കത് എത്ര അങ്ങോട്ട് ആലോചിച്ചിട്ടും കൺവിൻസ് ആവുന്നില്ല. എന്നിട്ട് ഇതിനകത്ത് ഇപ്പൊ കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ, ആ രമ്യ നമ്പീശന്റെ വീട്ടിലേക്ക് വരുന്നത് കൊണ്ട് നമ്മൾ വലുതായിട്ട് വിളിച്ച് അന്വേഷിച്ചില്ല. പിന്നെ ഇതിനകത്ത് അറിയാതെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ മാർട്ടിൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ എന്റെ കോബ്രദർ 3 വട്ടം വിളിച്ച് ചോദിച്ചു എവിടെത്തി എന്നുള്ളത്. അപ്പൊ കോബ്രദർ എന്തിനാ വിളിക്കുന്നത്? അപ്പൊ കോബ്രദറുമായിട്ട് കമ്പനി കാണത്തില്ലേ? കോബ്രദർ അപ്പൊ എന്തിനാ വിളിച്ച? കോബ്രദറിനോട് പ്രോപ്പർ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പാസ് ചെയ്തിട്ടില്ലായിരിക്കും. അപ്പം സംഭവം ഇത് ഒരാൾ പ്രതിയാന്നല്ല ഞാൻ പറയുന്നത്, ഇന്നാൾ പ്രതിയെന്നല്ല. ഒരു കേസ് നിങ്ങൾ തെളിയിക്കാനായിട്ട് പോകുമ്പോഴത്തേക്ക് ഇത് കാണുന്ന വ്യക്തികൾക്കും ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നവർക്കും ഇതിനകത്ത് ഒരു ഡൗട്ട് തോന്നരുതല്ലോ. ഇത് തോന്നുമ്പോഴേ ഓക്കെ ഇതിന്റെ ആൻസർ അപ്പുറത്തുണ്ട്, ഇതിന്റെ ആൻസർ ഇപ്പുറത്തുണ്ട്, ഇത് നിങ്ങൾ ഇങ്ങനെ കറക്റ്റായിട്ട് മറ്റേ കീരി പാമ്പിനെ പിടിക്കുന്ന പോലെ ചുറ്റും മൂത്രം ഒഴിച്ചിട്ടാ പിടിച്ചെന്ന് മനസ്സിലാവണം. അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഇതൊക്കെ കാണുന്ന ആൾക്കാർക്ക് കോമൺ സെൻസ് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന തെറ്റുകുറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് വലിയ ഐഡിയയും കാര്യങ്ങളോ ഒന്നും ആരും അകത്താക്കാനും പിടുത്താക്കാനും ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് ഇത് കണ്ടിട്ട് എങ്ങനെ ഉണ്ടാക്കിയിരിക്കാൻ തോന്നും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നാമത്തെ പ്രതിയും രണ്ടാമത്തെ പ്രതിയും ഈ സെറ്റില് ഈ ലാൽ യൂണിറ്റിനകത്തും പ്രൊഡക്ഷനകത്തും വണ്ടി ഓടിച്ചിരുന്ന വ്യക്തികളാണ്. ഇതേ XUV തന്നെ ഇവർ രണ്ടുപേരും പല ആവശ്യങ്ങൾക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചിട്ടുമുണ്ട്. ഇനി അടുത്തൊരു വീഡിയോ. ഗോവയിൽ ഒരു ദിവസത്തെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം ഗോവയിൽ ഒരു പാച്ച് വർക്ക് പോലെ ഒരു ദിവസത്തെ ഷൂട്ട് ഉണ്ടായിരുന്നു. ആ ഷൂട്ടിന് പോകാനായിട്ട് ഇവിടുന്ന് എല്ലാവരും ഫ്ലൈറ്റിനും ട്രെയിനിനും ഒക്കെ ആയിട്ടാണ് ബാക്കി എല്ലാവരും പോയത്. ഒരു കാറ് മാത്രം ഇവിടുന്ന് പോയി. ആ ഒരു കാറ് ഓടിക്കാനായിട്ടൊരു ഡ്രൈവറെ തീരുമാനിച്ചപ്പോൾ ഈ സുനി എന്ന് പറഞ്ഞ ആളെ തീരുമാനിച്ചത് അത് മറ്റൊന്നും കൊണ്ടല്ല, അയാൾ അത്രയും മിടുക്കനായത് കൊണ്ടിട്ടാണ്. മാതൃഭൂമിയുടെ ഒരു പ്രജീഷ് ഇതൊക്കെ ഉണ്ടായിരുന്നു അന്ന് ഗോവയ്ക്ക് പോയപ്പോൾ. വീണ്ടും വന്നു സുനിക്കുട്ടൻ. ആ സുനിമോൻ വീണ്ടും വന്ന വരവ് നോക്കേ, വീണ്ടും ഗോവയിലേക്ക് ഇവിടുന്ന് ഒരു കാർ കൊണ്ടുപോകാനായിട്ട് വീണ്ടും സുനിമോൻ വന്നു. അപ്പൊ സുനിമോനെ ആയിട്ടുള്ള കോൺടാക്റ്റിനകത്ത് എത്രത്തോളം ഉണ്ട്? എടാ ഇത്ര ഈ സംഭവങ്ങൾ കിടന്നിട്ട് ഇതൊരാൾ പ്രതിയാന്ന് പറയുമല്ല, ഇതോട്ട് ഒരു ബന്ധമില്ലാത്ത ദിലീപിന്റെ തലയോട്ട് എങ്ങനെ വന്ന ആരോപണങ്ങൾ എങ്ങനെ വന്ന്? അന്വേഷിച്ചവർക്ക് ഈ ലിങ്കുകളൊന്നും കാണുന്നില്ലേ? ഇത്രയും ഒരു ആത്മബന്ധം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ മനുഷ്യരെ? എനിക്ക് മനസ്സിലാവുന്നില്ല. അറിയാം അവിടെ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്തതും ലഗേജ് ഒക്കെ എടുക്കാൻ ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഫുൾ യൂണിറ്റ് അല്ല പോയത്. അപ്പോൾ എന്ത് കാര്യങ്ങളും എടുത്തു വെക്കാനും കൊണ്ടുപോകാനും മറ്റുള്ളവർ സഹായിക്കാനും വെള്ളം ബീച്ചിലായിരുന്നു ഷൂട്ടിങ്, ആ ബീച്ചിൽ വെള്ളം സപ്ലൈ ചെയ്യാനും അതിനുവേണ്ടി ഓടിയിരുന്നതൊക്കെ ഇവരാണ്. അപ്പോൾ അങ്ങനെ വളരെ ഊർജ്ജസ്വലനായിട്ടുള്ള മര്യാദയുള്ള മിടുക്കനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞ ഇമേജ്. എന്തൊക്കെയാ പറയുന്നത്? വില്ലാളി വീരനാണ്, വീരമണി കണ്ഠനാണ്, ഭൂലോകനാഥനാണ്, ഭൂമിക്ക് ഉടയനാണ്, ഇത്രയും സ്നേഹം. ആരെ കുറിച്ചാ പറയുന്നത്? അക്യൂസ് നമ്പർ 1 പീഡന വീരൻ അവനുണ്ടാക്കിയിരിക്കുന്നത്. അത് അവന്റെ മിടുക്ക്. എൻ്റെ മകൻ പറഞ്ഞു, അവൻ എന്നെ പയ്യനാണ്, വലിപ്പത്തിന് എൻ്റെ അത്ര ഉണ്ടെങ്കിലും അവൻ എൻ്റെ അടുത്ത് കണ്ടിട്ട് ദേഷ്യം പറഞ്ഞു, ഞാൻ എൻ്റെ മോനെ പോലെയാണ് പപ്പ അവനെ നോക്കിയത് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു ഇഷ്ടം തോന്നുന്ന ഒരു സ്വഭാവം അല്ലെങ്കിൽ അതിനുള്ള മിടുക്ക് അവനുണ്ട്. എന്റെ പൊന്നെ, തേമുട്ടായി ആയിരുന്നു അവരെന്ന് മാത്രമേ ഉള്ളൂ പറയാത്ത, ബാക്കി എല്ലാം പറഞ്ഞ്. എന്റെ മകൻ വരെ പറഞ്ഞു ഞാൻ എന്റെ മോനെ പോലാണ് അവനെ കണ്ടിരുന്നത്. ആരെയാ? പൾസർ സുനിയെ. ആത്മബന്ധം, റിലേഷൻ ബിൽഡ് ചെയ്യുന്ന സ്ഥലത്ത് മാത്രമേ നമുക്ക് ഇതുപോലെ ഒരാളെ കുറിച്ച് വർണ്ണിക്കാനായിട്ട് കഴിയൂ. ആണോ അല്ലയോ? ആണ്. അത്രയും അധികം കോണ്ടാക്ട്, അത്രയും അധികം ആത്മബന്ധം ഇല്ലാത്ത ഒരു വ്യക്തിയെ പോലും നമുക്ക് 4 പേരുടെ മുന്നിൽ എടുത്തു വെച്ച് വർണ്ണിക്കാനായിട്ട് കഴിയത്തില്ല. ഒരു ഹ്യൂമൻ സൈക്കോളജിയാണ്, അതങ്ങനെയേ വരുത്തുള്ളൂ. ഓക്കെ, ഇനി ഞാൻ ബാക്കിയൊന്നും വലുതായിട്ട് പറയുന്നില്ല. ഇനി അടുത്ത ഒരു സാധനം, ഇതാണ് ഇതിനകത്ത് എനിക്ക് തോന്നിയിട്ടുള്ള മെയിൻ സാധനം. എടക്കപ്പുഴ പി.ടി. തോമസ് സാറ് ഈ മാർട്ടിൻ എന്ന് പറയുന്ന ഡ്രൈവറെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണം, അവന് നല്ല പെയിനുണ്ട്, അല്ലെങ്കിൽ കുഴപ്പമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞത് നിൽക്കട്ടെ, എനിക്ക് അവന് സംശയമുണ്ട്, എന്തോ അവൻ്റെ അഭിനയം ശരിയല്ല, ഞാൻ അവൻ നടനായതുകൊണ്ടോ എന്താണെന്ന് അറിയില്ല, അഭിനയം ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു എന്ന് ഞാൻ പറയുകയുണ്ടായി. അതിനുശേഷമാണ് ഒരു നോർത്ത് ഇന്ത്യൻ ഓഫീസർ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിനോടും പറഞ്ഞപ്പോഴാണ്
അവനെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയത്. ഓ ഭയങ്കര തന്നില്ലേ. ആ ഒരു ഐഡിയ ഒക്കെ അത്രത്തോളം ഉള്ളത് കൊണ്ടാണ് ഇതൊക്കെ മനസ്സിലാവാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ. പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി ഓടിച്ച് വന്ന്, അതായത് ഇത്രയും നടന്നതിന് ശേഷം PW1 അക്യൂസ് നമ്പർ 2 അവിടെ എത്തുകയും ആള് വയ്യാതെ അവിടെ കിടക്കുമ്പോഴത്തേനെ ആശുപത്രി കൊണ്ടുപോകണമെന്ന് പറയുന്നു. അതായത് മറ്റേ MLA പറയുന്നു. അപ്പോഴത്തേന് വേണ്ട, അവനവിടെ കിടക്കട്ടെ എന്ന് പറയുന്നു. ഇനി നമ്മൾ ഇത് നേരെ വിധിയിലേക്ക് വരിക. വിധിയിലേക്ക് വന്നതിന് ശേഷം ഇതിനകത്തുള്ള പ്രോപ്പർ കാര്യങ്ങൾ ഈ വിധി പകർപ്പിനകത്ത് ഈ കൊടുത്തിട്ടുള്ള ഈ മൊഴി എന്തുവാണെന്ന് വ്യക്തമായിട്ട് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. PW5 എൻക്വയർ ടു ഹൗഎവർ PW5 എൻക്വയർ ടു PW8. PW5 എന്ന് പറയുന്നത് ലാല്, PW8 എന്ന് പറയുന്നത് ലാലിന്റെ പേഴ്സണൽ ഡ്രൈവറിനോട് ചോദിച്ചു. ലാൽ ഇറങ്ങി വന്നിട്ട് ഹിസ് ഡ്രൈവർ അബൌട്ട് ദ ഡ്രൈവർ. മറ്റേ ഡ്രൈവർ എന്ത് ചെയ്യുന്നു? കൊണ്ടുവന്ന ഡ്രൈവർ എവിടെ? Who brought PW1 and at that time accused number 2 was seen moving out from the residency of PW5. ആരാണ് കൊണ്ടുവന്നത്? അവനെ നോക്കിയപ്പോഴത്തേന് അവൻ ആ വീട്ടിൽ നിന്ന് എസ്കേപ്പ് ആവുന്നതാണ് കണ്ടതെന്ന്. അതായത് ഈ അക്യൂസ്ഡ് ഈ വീട്ടിൽ നിന്നും പോകുന്നതായിട്ടാണ് കണ്ടതെന്ന്. PW5 brought him back and he was constrained to remain at the residence of PW5. ആ വീട്ടിൽ തന്നെ പിടിച്ചു നിർത്തി. The evidence of PW1, PW5 and his family and PW8 discussed earlier and duly appreciated would lead to the conclusion that accused number 2 who brought PW1 to the residence of PW5 remained there till the arrival of police. പോലീസ് വരുന്നിടം വരെ അവിടെ പിടിച്ചു നിർത്തി ഇവർക്കൊരു ഡൗട്ടൊക്കെ തോന്നിയുകൊണ്ട് പിടിച്ചു നിർത്തിയത്. അപ്പം ഇതിപ്പോ ഇലക്ഷന് വന്ന സമയത്ത് ലാല് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്, ഈ ഒരു സ്റ്റേറ്റ്മെന്റിനകത്ത് നമ്മളുടെ വീട്ടിൽ നിന്ന് ഒരാൾ ഓടി പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാമല്ലോ. പിന്നെ നമ്മൾ സംസാരിക്കുമ്പോഴും ആ ഒരു കാര്യം പറയുമല്ലോ. ഇത് പറഞ്ഞിട്ടുണ്ട് ആദ്യം 8 വർഷം മുമ്പ് പറഞ്ഞിട്ടുള്ള ഇന്റർവ്യൂവിൽ അവർ സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. പക്ഷെ അതിനുശേഷം പറയുന്ന സ്റ്റേറ്റ്മെന്റിനകത്തേക്ക് അത് വരുന്നില്ല, അത് എവിടെയും കാണിക്കുന്നില്ല. ഒന്നൊന്നുമല്ല, 2 എണ്ണം ഉണ്ട്. രണ്ടാമത്തെ വീഡിയോ ക്ലിപ്പ് ഞാനത് വെക്കാത്തത് അതും ഇതുപോലെ തന്നെ പറയുന്നത്. ഒരു ചുമന്ന ഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് എനിക്കൊന്ന് മനോരമയ്ക്ക് എങ്ങാണ്ട് കൊടുത്തിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണെന്ന് തോന്നുന്നു കേട്ടോ. അതിനകത്ത് ഇതുപോലെ തന്നെ സംഭവം പറയുന്നത്. അതൊക്കെ മറന്നുപോയതായിരിക്കും ഇല്ലേ? ഓടിപ്പോയി എന്ന് പറയുന്ന ഒരു കാര്യത്തെ കുറിച്ച് ഇത് പറയുന്നതിനകത്ത് അങ്ങനല്ല. അവൻ വയ്യാതിരിക്കുന്ന കാര്യം മാത്രമാണ് ഈ പറയുന്ന കാര്യത്തിനകത്ത് വ്യക്തമായിട്ട് കാണിക്കുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് കാണാം, അതായത് മൊഴി കാണാം. ഇനി both PW5 and PW8 categorically disposed that the attempted to leave the residency of PW5 immediately after dropping PW1. അതായത് PW1 കൊണ്ടുവിട്ടതിന് ശേഷം ഈ അക്യൂസ്ഡ് 2 പോവുക, ഡ്രോപ്പ് ചെയ്തിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആവുക. ആ എസ്കേപ്പ് ആവുന്നു. അക്യൂസ്ഡ് 2 വാസ് ടേക്കൺ ഇൻ ടു കസ്റ്റഡി ഫ്രം ദ റെസിഡൻസി ഓഫ് PW5 ഇൻ ദ നൈറ്റ് ഓഫ് 2017 to 17. ഓക്കെ, ആൻഡ് അറ്റ് ദാറ്റ് ടൈം സിം വാസ് ഇൻ ദ ഫോൺ. ആ സമയത്ത് ഫോണിനകത്ത് സിം ഉണ്ടായിരുന്നു. ഓക്കെ, രാത്രി അവിടെ കസ്റ്റഡിയിലേക്ക് ഇവർ എടുത്തു. പോയവനെ ഓട്ടിച്ചിട്ട് പിടിച്ചോണ്ട് വന്നെന്നാണ് മൊഴിക്കകത്ത് പറയുന്നത്. വ്യക്തമായിട്ട് നോക്കണം, പോയവരെ ഓട്ടിച്ചിട്ട് പിടിച്ചോണ്ട് വന്ന്. പറഞ്ഞിരിക്കുന്ന കാര്യത്തിനകത്ത് നല്ല രീതിയിൽ വ്യത്യാസങ്ങൾ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വ്യത്യാസവും ഈ പറയുന്ന കോടതി വിധി വന്നതിനകത്ത് ആ റിപ്പോർട്ടിനകത്തോളം വ്യത്യാസങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ പ്രോപ്പർ ആയിരിക്കേണ്ടത്. ഇതൊക്കെ പ്രോപ്പർ ആകുമ്പോഴല്ലേ നമ്മളൊരു പ്രതിയെ കൃത്യമായിട്ട് നിർണ്ണയിക്കുക. അങ്ങനെയാണെന്നാണ് ഇതുവരെയുള്ള എന്റെ വിശ്വാസം. അതിനെ തുടർന്നാണ് ഇതുപോലുള്ള ഒരു കേസിന്റെ കുറച്ച് കാര്യങ്ങൾ വായിക്കാൻ ഇടയുണ്ടായ സാഹചര്യം. ആ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് മാത്രമാണ്. അപ്പം എനിക്ക് തോന്നിയ കുറച്ചധികം കാര്യങ്ങൾ നിങ്ങൾക്കറിയാം, ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചധികം വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പം നേരത്തെ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഇതുമായിട്ട് അത് ഇത്ര സെൻസേഷണൽ ആയിട്ടുള്ള കാര്യമില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ തോന്നിപ്പോവും. ഇനി ഇതിനകത്തൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള സാധനം ഞാൻ അത് വായിച്ചു തരാം. She reached there PW5 and PW166 were sitting in the sit out. അതായത് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം 10:30 ഈ PW5 എന്ന് പറയുന്ന ലാലിന്റെ വീട്ടിലേക്ക് വരുന്നു. അപ്പം PW5 ഉം PW166 അവിടുത്തെ സിറ്റ് ഔട്ട് ഇരിപ്പുണ്ട്. 166 എന്ന് പറയുന്നത് ലാലിന്റെ വൈഫ് അവിടെ സിറ്റ് ഔട്ടിൽ ഇരിപ്പുണ്ട്. ഷീ ഗോട്ട് ഔട്ട് ഓഫ് ദ വെഹിക്കിൾ ആൻഡ് റഷ് ടു PW5. ഷീ വാസ് ക്രൈയിങ്. PW5 ആസ്കിംഗ് അബൌട്ട് ദ റീസൺ. ഷീ വാസ് നോട്ട് ഇൻ എ പൊസിഷൻ ടു സേ എനിത്തിങ്. ഷീ വാസ് ടേക്കൺ ഇൻസൈഡ് ദ ഹൗസ്. She was in a difficult situation. She narrated the entire incident to PW5 in the presence of his family members. It was very difficult for them to accept and believe her disclosure. ഓക്കെ, ഈ കാര്യങ്ങളെല്ലാം ഫാമിലിയോട് കൂടി നിന്നിട്ട് ഈ ലാലുമായിട്ട് ഈ പറയുന്ന ഇരയാക്കപ്പെട്ട പെൺകുട്ടി പറഞ്ഞ് ബലിപ്പിച്ച് കൃത്യമായിട്ട് കൊടുത്തു എന്നൊരു കാര്യം.
നല്ല കാര്യം, അത് കേൾക്കുന്ന നല്ല കാര്യം. ഒരു സാമാന്യ മനുഷ്യൻ അല്ലെങ്കിൽ ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന സാമാന്യ കോമൺ സെൻസോട് കൂടി മനുഷ്യൻ ചിന്തിക്കുന്നത് എന്തായിരിക്കും? ഞാൻ ഈ ഒരു പാരകത്തോട് പറഞ്ഞ് ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുക. നിങ്ങളൊരു പെണ്ണാണെങ്കിൽ, ഇത് കാണുന്ന വ്യക്തികൾ ഒരു പെണ്ണാണെങ്കിൽ, നിങ്ങൾക്ക് ഇതുപോലൊരു ഇൻസിഡന്റ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള അക്യൂസ് നമ്പർ 1 നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തു, അക്യൂസ് നമ്പർ 2 നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തു. അക്യൂസ് നമ്പർ 1 അക്യൂസ് നമ്പർ 2 ആര് പറഞ്ഞു വിട്ടു? ആരുടെ കെയർ ഓഫിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്? ഇപ്പൊ എന്റെ കെയർ ഓഫിലാണ് നിങ്ങൾ കണ്ടത്. അക്യൂസ് നമ്പർ 1 അക്യൂസ് നമ്പർ 2 നിങ്ങൾ എന്റെ കെയർ ഓഫിലാണ് കണ്ടത്. ഞാൻ വിട്ട വണ്ടിയിലാണ് ഇത് നടന്നിരിക്കുന്നത്. അതിനകത്ത് ആദ്യം നടന്ന ആള് എന്റെ സിനിമയിൽ സെറ്റിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാ. അക്യൂസ് നമ്പർ 2 ഞാൻ വിട്ടതാ. ഇതെല്ലാം ഞാൻ വിട്ടതാ. ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ടവരാണ് ബാക്കി വന്നവരെല്ലാം. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓടി എന്റെ വീട്ടിലോട്ട് വരുമോ? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ നിങ്ങൾ ഓടി എന്റെ വീട്ടിലോട്ട് വരുമോ? എനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് ഇതൊക്കെ തോന്നുമ്പോഴും ഇതൊക്കെ കാണുമ്പോഴും തോന്നുന്ന ഒരു സാമാന്യ ഡൗട്ട്സാണ്. ആ ഡൗട്ട്സ് മാത്രമേ ഞാൻ ഇന്നത്തെ എന്റെ വീഡിയോയിൽ ക്ലിയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ചാൽ വ്യക്തമായിട്ട് കമന്റ് ചെയ്യുക. ഇത് ആരെയും ഡീഗ്രേഡ് ചെയ്യാനോ ആരെയും പ്രതിയാക്കാനോ വേണ്ടിയിട്ടൊന്നുമല്ല. പക്ഷെ എവിടേക്കോ എന്തൊക്കെയോ മിസ്മാച്ച് ഫീൽ ചെയ്യുന്നു. സോ നമ്മൾ വീഡിയോ ചെയ്യുന്ന വ്യക്തികൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ഒബ്വിയസ്ലി അത്തരത്തിലുള്ള ഡൗട്ട് വന്നു കഴിഞ്ഞാൽ അത് പുറത്തോട്ട് തന്നെ പറയണം. പിന്നെ ആരെയും കണ്ടിട്ട് പേടിച്ചിട്ടും ഉണ്ടാകുന്നിരുന്നിട്ട് നമുക്ക് കാര്യമൊന്നുമില്ല. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് കൂടുക പറ്റുമെങ്കിൽ. കാരണം ഇതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലുമൊക്കെ വന്നാലും എനിക്കറിയത്തില്ല, വരട്ടെ, നമുക്ക് നോക്കാം. ഇത്രയല്ലേ ഉള്ളൂ. നിങ്ങളൊക്കെ കാണുമല്ലോ. ശരിയെന്നാ.